നമസ്കാരം. നിയന്ത്രണ രേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അഴിമതി കേസിൽ ജയലളിതയ്ക്കെതിരായ കോടതി വിധി ദേശീയ തലത്തിൽ തന്നെ നിരവധി ചർച്ചകൾ ഉയർത്തുകയാണ്. ഒട്ടേറെ ശ്രദ്ധേയമായ തലങ്ങൾ ഉൾക്കൊള്ളുന്ന വിധി പക്ഷേ നമ്മുടെ രാഷ്ട്രീയ സമൂഹം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കോടതി വിധിയിൽ നിന്ന് ഇന്ത്യൻ ജനാധിപത്യം എന്തെങ്കിലും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? അതോ അഴിമതിയോടും കുറ്റകൃത്യത്തോടും അത്രമേൽ നമ്മൾ സമരസപ്പെട്ട് കഴിഞ്ഞു? ഇന്ന് നിയന്ത്രണ രേഖ ചർച്ച ചെയ്യുന്നത് ഈ ചോദ്യമാണ്. അഴിമതി നിയമത്തിന്റെ മാത്രം പ്രശ്നമായി മാറിയിട്ടുണ്ടോ? ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ മോഹൻദാസ് പാറപ്പുറത്ത്, കോൺഗ്രസ് നേതാവ് ശ്രീ പി ടി തോമസ്, റിട്ടയർഡ് ജസ്റ്റിസ് സി എസ് രാജൻ, ബി.ജെ.പി. സംസ്ഥാന വക്താവ് ശ്രീ വി രാജേഷ്, ഒപ്പം പ്രേക്ഷകരുമാണ്. ആദ്യം ശ്രീ പി ടി തോമസ്, ജയലളിതയ്ക്കെതിരായ കോടതി വിധി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും അത് പൊതുസമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കുന്നതും പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ കൂടുതൽ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നു. ഇത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് കൂടുതൽ ശ്രദ്ധയും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് കൂടുതൽ ബോധവാന്മാരുമാക്കേണ്ട ഒന്നാണ്. പൊതുപ്രവർത്തകർ മാത്രമാണ് അഴിമതിക്കാരെ ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ സമൂഹം വല്ലാത്ത ഒരു തരത്തിൽ ഒരു അർബുദം പോലെ നമ്മുടെ സമൂഹത്തിൽ അഴിമതി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള ശക്തമായ ഒരു താക്കീതും ഒരു ബോധവൽക്കരണവുമാണ് ഇത് എന്ന് നിസ്സംശയം പറയാം. ശ്രീ മോഹൻദാസ്, പക്ഷേ ജയലളിത മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അഴിമതി ആരോപണം നേരിട്ടിട്ടുള്ള നേതാവെന്ന് നമുക്കറിയാം. പക്ഷേ തൽക്കാലത്തേക്കെങ്കിലും ലാലു പ്രസാദ് യാദവിനും ജഗന്നാഥ് മിശ്രയ്ക്കുമൊക്കെ ശേഷം തൽക്കാലത്തേക്കെങ്കിലും ജയലളിതയ്ക്ക് മാത്രമാണ് ജയിലിൽ പോകേണ്ടി വരുന്നത്. ജയലളിത ജയിലിൽ പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ജയലളിതയ്ക്ക് തീർച്ചയായും അറിയുന്ന ഒരു വസ്തുതയാണ്. പക്ഷേ അവരുടെ ഒരു തരത്തിലുള്ള ഒരു പ്രഭാവം അല്ലെങ്കിൽ ഒരു അജയ്യ ശക്തി, ആ ഒരു അജയ്യ ശക്തി ഒരു പക്ഷേ തമിഴ്നാട്ടിൽ മാത്രമേ അത് സാധിച്ചു എന്ന് വരുള്ളൂ. കാരണം അവർ കഴിഞ്ഞ ഇത്രയും കാലം 18 വർഷത്തോളം 16 വർഷത്തോളം അവർക്കറിയാം അവരുടെ ഒരു ഇങ്ങനെയുള്ള ഒരു വിധി എപ്പോൾ വേണമെങ്കിൽ അവർ പിന്തുടരുന്നു എന്നുള്ളത് നന്നായിട്ട് അവർക്കറിയാം. ഒരുപക്ഷെ ഈ തമിഴകത്തുള്ള ഒരു ജനത മാത്രമേ അതിന് ഒരു വളം വെച്ച് കൊടുക്കുകയുള്ളൂ. മറ്റ് ഒരു സംസ്ഥാനത്ത് തീർച്ചയായിട്ടും കേരളത്തിൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടാൻ ധാരാളം സാഹചര്യങ്ങളുണ്ട്. തമിഴ്നാട്ടിലെ ഒരു വ്യക്തി പൂജ എന്നുള്ള ഒരൊറ്റ സ്ഥിതിയിലാണ് ജയലളിതയ്ക്ക് ഇത്രയും കാലം ഒരു ലിവറേജ് കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ശ്രീ വി രാജേഷ്, പക്ഷേ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം എടുത്താൽ കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ കേസുകൾ മറന്നു പോകാതിരിക്കാൻ മാത്രമുള്ള രാഷ്ട്രീയ വൈരം അല്ലെങ്കിൽ കുടിപ്പക ഇരു മുന്നണികളും ഇരു കക്ഷികളും തമ്മിലൊക്കെ കാലങ്ങളായി നടക്കാറുണ്ട്. കേരളത്തിൽ അഴിമതി ആരോപണങ്ങൾ ഉയരാറുണ്ട്, മറ്റ് സംസ്ഥാനങ്ങൾ ഉയരാറുണ്ട്. ഈവൻ ബി.എസ്. യെഡിയൂരപ്പയ്ക്കെതിരായ അഴിമതി കേസിന് പോലും എന്താണ് സംഭവിച്ചത് എന്നത് പുറത്തുള്ളവർക്ക് മനസ്സിലാകുന്നതിന് മുമ്പേ അദ്ദേഹം ബി.ജെ.പിയുടെ ദേശീയ നേതാവായി ഉയരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. രാഷ്ട്രീയ നേതാക്കൾക്ക് എതിരായ അഴിമതി കേസുകളിൽ ഏറ്റവും നിർണായകമായത് എന്താണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? രാഷ്ട്രീയ നേതാക്കൾക്ക് എതിരായ അഴിമതി കേസുകൾ എൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ള കേസുകളൊക്കെ വിചാരണ ചെയ്തതിനേക്കാൾ 10 മടങ്ങ് വേഗതയിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള അഴിമതി കേസുകൾ വിചാരണ നടത്തണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ജയലളിതയുടെ കേസ് തന്നെ ഈ വിധി വന്നു. ഈ വിധി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനും കരുത്ത് പകരുന്നതാണ് എന്നുള്ളൊരു അഭിപ്രായം നിലനിൽക്കുമ്പോൾ തന്നെ 18 വർഷം ഇപ്പോൾ ഒരു കോടതി ജയലളിതയെ കുറ്റക്കാരിയാണെന്ന് കണ്ടിരിക്കുന്നു. ഈ കുറ്റം ചെയ്ത വ്യക്തി കഴിഞ്ഞ 18 വർഷമായി തമിഴ്നാട് രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സജീവമാണ്. അപ്പോൾ അവരുടെ ആ മാനസികാവസ്ഥ കഴിഞ്ഞ 18 വർഷമായി ആ തെറ്റുകൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ശക്തിയുള്ളതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പോൾ പരമാവധി പെട്ടെന്ന് പൊതുപ്രവർത്തകർക്ക് ജനപ്രതിനിധികൾക്ക് എതിരെ ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ വിചാരണ ചെയ്യുവാനും അവരെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാനും അവർ കുറ്റക്കാരാണെങ്കിൽ ജയിലിൽ അടയ്ക്കുവാനും വേണ്ട പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഒരു പരിധിവരെ ആവുകയുള്ളൂ. അഴിമതിയെ യാതൊരു കാരണവശാലും ഇന്ത്യൻ ജനത വച്ചു പൊറുപ്പിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ എന്നിട്ടും അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഭരണകക്ഷി, കേന്ദ്ര സർക്കാരിനെ ഭരിക്കുന്ന കക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ ഏറ്റവും ശക്തമായ അഴിമതി ആരോപണങ്ങൾ നേരിട്ട ഒരാളാണ്. നിങ്ങളുടെ പാർട്ടിക്ക് അതൊരു വലിയ കുറവായി തോന്നിയിട്ടില്ല? രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനങ്ങൾക്ക് അഴിമതിയോടുള്ള അസഹിഷ്ണുത രാഷ്ട്രീയ പാർട്ടികൾ ഉദ്ദേശിക്കുന്നത് യെദ്യൂരപ്പയുടെ കാര്യം ഞങ്ങളുടെ പാർട്ടിക്ക് അത് ബോധ്യപ്പെട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. ഏറ്റവും ആദ്യം ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, യെദ്യൂരപ്പയെ
പാർട്ടിയിൽ ഒരുപക്ഷെ നിലനിർത്തിയിരുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിൽ നിലനിർത്തിയിരുന്നെങ്കിൽ കർണാടക എന്നൊരു സംസ്ഥാനത്തിന്റെ ഭരണം ഒരുപക്ഷെ BJPക്ക് നഷ്ടമാകില്ലായിരുന്നു. ഒരു കോടതി അഴിമതിക്കാരനെന്ന് കണ്ടെത്തി എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാമർശം വന്നെങ്കിൽ ആ വ്യക്തിയെ പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുകയില്ല എന്നുള്ള ശക്തമായ തീരുമാനം ഞങ്ങൾ എടുത്തില്ലേ? അല്ല, മറ്റൊരു ഓപ്ഷൻ ഇല്ല ഷാനി. അങ്ങനെ ലോകായുക്ത കണ്ടെത്തിയ ഉടൻ തന്നെ ഞങ്ങൾക്ക് അദ്ദേഹം മോൾ കോടതിയിലൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒഴിവൊഴിവ് പറഞ്ഞ് മാറ്റി നിർത്തിയില്ല. പാർട്ടിക്ക് എന്തൊക്കെ പാർലമെന്റ് രംഗത്ത് ദോഷങ്ങൾ സംഭവിച്ചാലും അവിടെ ഞങ്ങളൊരു പ്രിൻസിപ്പൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നു. അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി, പാർട്ടിക്ക് ഭരണം അവിടെ പോയി, പാർട്ടി തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോയി. പക്ഷേ ഹൈക്കോടതി തന്നെ അതിൽ ഒരു തിരുത്തൽ വരുത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ ഏതെങ്കിലും രീതിയിൽ സ്വീകരിക്കാൻ വേണ്ടി കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ശരിയായ വിചാരണ, ആരോപണത്തിൽ ശരിയായ വിചാരണ ശ്രീ യെഡിയൂരപ്പയ്ക്ക് മേൽ നടന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് ജയലളിതയ്ക്കെതിരായ കോടതി വിധി നീതിന്യായ വ്യവസ്ഥയിൽ ചരിത്രമാകുന്നു എന്നതിന്റെ അർത്ഥം സംസ്ഥാനത്തിന് പുറത്ത് ഒരു സ്വാധീനവും ഏശാത്ത മറ്റൊരു സ്ഥലത്ത് അത് വിചാരണ ചെയ്യപ്പെട്ടു, അതുകൊണ്ട് നീതി വന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു സാഹചര്യം ശ്രീ BS യെഡിയൂരപ്പ അല്ലെങ്കിൽ BS യെഡിയൂരപ്പയുടെ കേസ് വിചാരണ ചെയ്ത കോടതി ഏത്? ഒന്ന് കർണാടക ലോകായുക്ത. കർണാടക ലോകായുക്തയുടെ ഫൈൻഡിംഗ് വന്നതിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതിന്റെ മാക്സിമം നിന്നുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തില്ലേ? അതിനുശേഷം വന്ന ജനകീയ വിചാരണ, ദാറ്റ് മീൻസ് പാർലമെന്ററി തെരഞ്ഞെടുപ്പ്, ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചു, ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിച്ചു. ജനങ്ങൾ അംഗീകരിച്ചതാണ് ശ്രീമതി ജയലളിതയെ. അല്ലല്ല, ഞാൻ പറഞ്ഞത് കർണാടക ഹൈക്കോടതിയുടെ കണ്ടെത്തലിന് ശേഷമാണ്, അദ്ദേഹത്തെ കുറ്റക്കാരനല്ല എന്നുള്ള കണ്ടെത്തലിന് ശേഷമാണ് BJP അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായത്. കുറ്റക്കാരനല്ല, കർണാടക ഹൈക്കോടതി ലോകായുക്തയുടെ കണ്ടെത്തലിന് തിരുത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ ഉന്നയിക്കപ്പെട്ട അഴിമതി ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് കോടതി വിലയിരുത്തിയിട്ടില്ല, വിചാരണ നടന്നിട്ടില്ല, അന്വേഷണം പൂർണ്ണമായിട്ടില്ല. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് BJP ഇപ്പോൾ ജയലളിതയ്ക്കെതിരായ കോടതി വിധി ഇന്ത്യൻ ജനാധിപത്യത്തെയും നീതിന്യായ വ്യവസ്ഥയും ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് പറയാൻ BJPക്കുള്ള ധാർമ്മിക അവകാശം എന്താണ്? അല്ല, അങ്ങനെ ആരോപണ വിധേയനായാൽ തന്നെ ഉടൻ തന്നെ ഒരു നേതാവിനെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാൻ നേതാക്കന്മാർ കിട്ടില്ല. ആരോപണ വിധേയനാകാത്ത എത്ര നേതാക്കന്മാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ ലോക രാഷ്ട്രീയത്തിലുള്ള ചോദ്യമാണ് ജസ്റ്റിസ് രാജൻ. ആരോപണ വിധേയരല്ലാത്ത എത്ര നേതാക്കളുണ്ട്? ഷാനിക്ക് രാജേഷിന്റെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കും, എനിക്ക് തിരിച്ച് ഷാനിയുടെ പേരിലാണ്. പക്ഷേ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെങ്കിൽ പിറ്റേ ദിവസം മുതൽ ആരോപണം നിലനിൽക്കില്ല എന്നുള്ളതും ലോകായുക്ത ഏറ്റെടുക്കില്ലെന്ന് നമുക്കറിയാം. ശ്രീ ജസ്റ്റിസ് രാജൻ, കോടതികൾക്ക് മുന്നിലെത്തുമ്പോഴാണ് കോടതി പറയുന്നതിന് അത്രയും വില കൽപ്പിക്കുന്നത്. ശ്രീ രാജേഷും ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചു, കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയും അതിനെക്കുറിച്ച് മറിച്ചൊന്നും ആലോചിക്കാറില്ല. പക്ഷേ സംശയം വരുന്നത് ആദ്യം ശ്രീ ലാലു പ്രസാദ് യാദവിനെ ശിക്ഷിക്കുന്നതും കോടതിയാണ്, അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നതും കോടതിയാണ്. ഇനിയിപ്പോൾ നാളെ ജയലളിതയ്ക്കെതിരായ ശിക്ഷ സ്റ്റേ ചെയ്യാൻ പോകുന്നതും ഒരുപക്ഷെ കോടതിയായിരിക്കാം. കോടതികൾക്ക് മുന്നിൽ എങ്ങനെയാണ് ഒരു കുറ്റം ആപേക്ഷികമാകുന്നത്? എല്ലാവരും പറയുന്നുണ്ട് 18 കൊല്ലവും 3 മാസം കഴിഞ്ഞാണ് വിധി വന്നത്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? വാസ്തവത്തിൽ ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. അടിസ്ഥാനപരമായി ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അലകും പിടിയും മറയേണ്ട കാര്യമായി. കഴിഞ്ഞ 18 കൊല്ലത്തിനകം എനിക്കറിയാം, ഞാൻ 2000 മുതൽ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്. കുറഞ്ഞത് 25 പ്രാവശ്യമെങ്കിലും ജയലളിത അവിടെ വന്നിട്ടുണ്ട്. അതിനെല്ലാം സ്റ്റേ കൊടുത്തിട്ടുണ്ട് കോടതി. എന്തുകൊണ്ട് അത് കൊടുക്കുന്നു? അഴിമതി കേസിൽ ഉള്ള വിചാരണ മേൽക്കോടതി തടയാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഒന്നില്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ വെക്കണം. അതല്ലെങ്കിൽ അഴിമതി നിരോധന നിയമത്തിലൊരു വകുപ്പ് ചേർക്കണം. അഴിമതി കേസ് വിചാരണ ചെയ്യുന്ന കോടതി നടപടികളെ മേൽക്കോടതി സ്റ്റേ ചെയ്യാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ അഴിമതി എന്ന് പറയുന്നത് എത്ര വലിയ കുറ്റകൃത്യമായി ഇപ്പോൾ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ എല്ലാ പാർട്ടികൾക്കും അതിനോട് ഒട്ടും അസഹിഷ്ണുതയില്ല എന്നുള്ളത് സത്യമല്ലേ? സാമ്പത്തികമായ രാഷ്ട്രീയ പാർട്ടികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പം തെരഞ്ഞെടുപ്പിൽ ചില ഭേദഗതികൾ വരുത്തേണ്ട, ഇപ്പം തെരഞ്ഞെടുപ്പ് ചിലവ് പൊതുവായി വഹിക്കണം എന്നുള്ള ശക്തമായ നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഒരുപിടി അഴിമതി കുറയ്ക്കാൻ അത് ഉപകരിക്കുന്നതാണ്. അതുപോലുള്ള ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായി 100% ശരിയാണ് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും മാതൃകാപരമായി മുണ്ട്ര കേസ് മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള പാരമ്പര്യം കോൺഗ്രസിനുണ്ട്. വീഴ്ചകളില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ വീഴ്ചകൾ വീഴ്ചകളുടെ ഒരു ന്യായീകരണം കൂടിയുണ്ട്, BJPക്ക് ആണെങ്കിലും ഉണ്ട്. കാരണം കോടതി പരാമർശം നീക്കിയത് കൊണ്ട് യെഡിയൂരപ്പയുടെ അങ്ങനെ അഴിമതി സഹിക്കാൻ പറ്റാത്തതാണെന്നൊരു നിലപാട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ലാതെ പോകുന്നതിന്റെ ഒരു കാരണം നേരത്തെ പറഞ്ഞ പാർട്ടികളുടെ കൂടി പങ്കാളിത്തം അതിലുള്ള ഉണ്ടാവുന്നതുകൊണ്ടാണോ? പാർട്ടികളുടെ വരുമാനം, തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉണ്ടാകുന്ന പണത്തിന്റെ ഒഴുക്ക്, അതൊക്കെ അഴിമതിയല്ലേ? അല്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പാർട്ടികളിൽ പണത്തിന്റെ ഒഴുക്കുണ്ടാകും എന്നുള്ള കാര്യം നിഷേധിക്കാൻ സാധിക്കില്ല. ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയാലും ചെറുതും വലുതുമായ രീതിയിൽ സംഭാവനകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ തന്നെ ഇന്ത്യയിൽ ഒരു നിയന്ത്രണം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം മുൻ ഗവൺമെൻറ്റുകളിൽ നിന്നൊക്കെ ഉണ്ടായ സംഭവങ്ങളും അനുഭവങ്ങളും ഒക്കെ ഒരു പാഠമാക്കിക്കൊണ്ട് ഗവൺമെൻറ് ശക്തമായ തീരുമാനമെടുത്തു. മന്ത്രിമാരുടെ ബന്ധുക്കളാരും തന്നെ പേഴ്സണൽ സ്റ്റാഫിൽ വേണ്ട എന്നുള്ള തീരുമാനം. എൻ്റെ വ്യക്തിപരമായ ഒരു നിർദ്ദേശം,
ഇന്ത്യയിൽ ഈ അഴിമതി വ്യാപകമാവുന്നതിൻ്റെ ഒരു ഘടകം രാഷ്ട്രീയ പ്രവർത്തകരിൽ നല്ലൊരു ശതമാനവും മുഴുവൻ പ്രവർത്തകരായിരുന്നു. അവരുടേതായ വ്യക്തി ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി എത്ര ആദർശ തീരണമെന്ന് പറഞ്ഞാലും ഒരു സമയം കഴിയുമ്പോഴേക്കും അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വരുന്നു. ഞാൻ എല്ലാവരെയും അങ്ങനെ പറയുന്നില്ല, ചിലരെങ്കിലും തന്നെ അഴിമതിയിലേക്ക് വഴുതി മാറുന്നതിന് പിന്നെ അതിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ പൊതുപ്രവർത്തകർക്കൊക്കെ തന്നെ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ വരുമാന മാർഗമായിട്ട് ഒരു തൊഴിലും കൂടി ഉണ്ടാകണം എന്നുള്ളൊരു സംസ്കാരം നിയമത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഒരു സംസ്കാരം കൂടി കൊണ്ടുവന്നാൽ എനിക്ക് തോന്നുന്നു അത് പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം അഴിമതി നടക്കുന്നു ഞാൻ പറയുന്നില്ല, അതൊരു മാനസികാവസ്ഥയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ 2 ദിവസം മുമ്പ് ഞാൻ മലപ്പുറത്തൊരു ചടങ്ങിന് ചെല്ലുമ്പം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായി. ഇവിടെ പറയുന്നതിന് പ്രസക്തി ഇല്ലെങ്കിൽ പോലും ഞാൻ പറയാം. PSMO കോളേജ് എന്ന് പറയുന്ന തിരൂരങ്ങാടിയിലെ ഒരു കോളേജ്, ഒരു 10 പൈസ ഒരു നിയമനത്തിനോ കുട്ടികളുടെ അഡ്മിഷനോ അവർ കോഴ വാങ്ങുന്നില്ല. കോഴ അല്ലെങ്കിൽ സംഭാവന എന്നുള്ള വാക്കായിക്കോട്ടെ. കേരളത്തിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു മാതൃക കാണിക്കാൻ പറ്റുന്ന വേറെ രണ്ടാമതൊരു കോളേജ് ഉണ്ടാവില്ല. എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. എന്താണെന്ന് ചോദിച്ചാൽ MK ഹാജി എന്ന് പറയുന്ന അതിൻ്റെ സ്ഥാപകനായ ആ വ്യക്തി അന്ന് മുതൽ തുടർന്ന് വരുന്നൊരു നിലപാടാണ്. അതിൻ്റെ ഡയറക്ടർ ബോർഡിലെ ഒരു അംഗത്തിൻ്റെ കുട്ടിക്ക് പോലും ഒരു നിശ്ചിത മെറിറ്റ് ഇല്ലെങ്കിൽ ഒരു അഡ്മിഷൻ കൊടുക്കില്ല, ആ കുട്ടിക്ക് അവിടെ ജോലി കൊടുക്കില്ല. അത് ഒരു മൂല്യമാണ്, ഒരു മൂല്യത്തിൻ്റെ തുടർച്ചയാണ്. അതുപോലെ തന്നെ പഴയകാല രാഷ്ട്രീയ പ്രവർത്തകരിലും ഇപ്പോൾ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരിലും എത്രയോ ആയിരക്കണക്കിന് പൊതുപ്രവർത്തകർ 10 പൈസ സ്വന്തമായി ഇല്ലാതിരുന്നിട്ടും പട്ടിണി കിടന്നിട്ടും പല പ്രവർത്തകരും ഇപ്പോൾ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് ഏത് പാർട്ടിയിലും ഞാൻ പറയണു പുറത്തൂടെയൊക്കെ നടക്കുമ്പോൾ അവർ വലിയ പ്രമാണിമാരാണ് അങ്ങനെയാണെന്നൊക്കെ തോന്നുമ്പോൾ അവരുടെ വീടുകളൊക്കെ വ്യക്തിപരമായ അത്തരത്തിലുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്നവർ പോലും സ്വന്തം പാർട്ടിയിൽ പെയ്ഡ് സീറ്റ് അടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായാൽ പോലും കണ്ണടക്കാറേ ഉള്ളൂ. എന്നുവെച്ചാൽ ഞാൻ ചെയ്യുന്നില്ല, മറ്റുള്ളവർ ചെയ്യുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്നുള്ള അങ്ങനെ ഞാൻ ഇതിനൊന്നും എക്സെപ്ഷൻസ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്തൊക്കെ ഈ അഴിമതി എന്ന് പറയുന്ന വ്യക്തികളുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അഴിമതി ചെയ്യുന്നവർക്ക് അത് മൂടി വെക്കാൻ എങ്ങനെ അറിയില്ല എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഒടുവിലത്തെ വിധി. അല്ലെ, പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. വലിയ മിടുക്കരായ തട്ടിപ്പുകാർ യാതൊരു നിയമത്തിന്റെ പിടിയിൽ പെടാതെ പോയിട്ടുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. ഞാനൊരു പച്ചാളം അയ്യപ്പങ്കാവ് നിവാസിയാണ്. ഈ ചേച്ചിയും അതെ. ഇന്ന് കാലത്ത് അവിടെ പച്ചാളം ആറോബിയുടെ പാലം പണിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു അറസ്റ്റ് വരിക്കലുണ്ടായി. അത് ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ മൂക്കിന് താഴെ നടക്കുന്ന വളരെ കൊടിയ ഒരു അഴിമതിയും ദുർഭരണവുമാണ് അവിടെ നടക്കുന്നത്. കൺമുന്നിൽ നടക്കുന്ന ഒറ്റ നോട്ടത്തിൽ അഴിമതി സംശയിക്കാവുന്ന കാരണങ്ങൾ ജനങ്ങൾ എത്ര ചൂണ്ടിക്കാണിച്ചാൽ പോലും നമ്മുടെ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ ഗൗരവമായി എടുക്കാറില്ല. അതിനൊരു ഉദാഹരണമായിക്കൂടെ? അല്ല, ഞാൻ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ അകത്ത് അത് മുഴുവൻ സുതാര്യമാണ് അല്ല 100% സത്യസന്ധമാണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതിന് നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിലുള്ള വ്യവസ്ഥകളെ സമീപിക്കുക വേറെ മാർഗമില്ല. ഈ തെളിവുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവരെ ഈ പറഞ്ഞ ആൾക്കാരെ ശിക്ഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമോ? ഉമ്മൻചാണ്ടി സർക്കാരിന് ഇപ്പൊ കൊടുത്തു, കത്ത് കൊടുത്തു എങ്കിലും ഈ ചർച്ച തന്നെ പൊതുസമൂഹം കാണും, മുഖ്യമന്ത്രി കാണും, ഭരണകൂടം കാണും. തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഇതുവരെ ഒരാള് പോലും വന്നിട്ടില്ല. ഈ വിധി ശരിയായ രീതിയിൽ നടപ്പിലാകാത്ത ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് നല്ലൊരു വിധി വന്നിരിക്കുകയാണ്. അത് കേരളത്തിലും അതേപോലെ നടപ്പിലാകുമോ? കേരളത്തിലെ ആളുകളും പ്രവർത്തകരും നേതാക്കന്മാരും ഇതൊരു പാഠമായിട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ജയലളിതയ്ക്ക് ജാമ്യം കിട്ടാൻ സാധ്യത ഉണ്ടോന്ന് അത് എൻ്റെ മുമ്പിലാണെങ്കിൽ ഞാൻ കൊടുക്കില്ല. എനിക്കതേ പറയാം. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് സംശുദ്ധമായ ഒരു നേതാവെന്ന് പറയാനായിട്ടില്ലാത്ത ഒരവസ്ഥയാണ്. ഇന്ന് കോൺഗ്രസ്സാണ് ഭരിക്കണമെന്നുണ്ടെങ്കിൽ VS അച്യുതാനന്ദൻ സഖാവ് പറയും, പാമോലും കേസിൽ ഉമ്മൻചാണ്ടി സാറ് പ്രതിയാണെന്ന് പറയും. അത് മൂടുവാൻ വേണ്ടി അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന അവരെടുത്ത് അരുൺകുമാർ കുറ്റക്കാരനാണെന്ന്. അഴിമതി കേസുകളിൽ മാത്രമല്ല, തോപ്പിൽ രവി എന്ന് പറയുന്ന ഞങ്ങളുടെ പഴയ മലയാള മനോരമയുടെ ലേഖകൻ കൂടിയായിരുന്ന അന്തരിച്ചുപോയി. അദ്ദേഹം ഇടയ്ക്ക് പറയായിരുന്നു, നിൻ പൃഷ്ഠം ഞാൻ ചൊറിഞ്ഞിടുകിൽ എൻ പൃഷ്ഠം നീ ചൊറിഞ്ഞിടിൽ എന്ന് പറയുന്നത് പോലെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുണ്ട്. ഞാനൊരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നുകൊണ്ട് തന്നെ പറയുകയാണ്, അത് കേരളത്തിൽ അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ അത് അവസാനിപ്പിക്കാതിരിക്കാമെങ്കിൽ ഇതുപോലുള്ള അഴിമതി ആരോപണത്തിന് വിധേയമാകുന്നവർ നിയമത്തിന് മുമ്പിൽ വരാൻ കൂടുതൽ സഹായകരമാകും. ഒരു വാശി, അതിൽ നിങ്ങളുടെ അഴിമതി ഞാൻ മൂടാം, എൻ്റെ അഴിമതി നിങ്ങൾ മൂടണം എന്ന തരത്തിലേക്ക് രാഷ്ട്രീയം അധപ്പതിക്കാൻ പാടില്ല. ആ തരത്തിലുള്ള ചില നീക്കങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. വലിയ
ദൗർഭാഗ്യകരമാണ് എന്ന് വ്യക്തിപരമായി പ്രതിപക്ഷ പറയുന്നത്. നേതാവ് വി എസ് അച്യുതാനന്ദൻ ഇന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ടൈറ്റാനിയം, പാമോലിൻ തുടങ്ങി സോളാർ കേസിലടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. വിശ്വാസ്യതയുള്ള ഏജൻസി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കില്ല മറുപടി എന്ന് മനസ്സിലാക്കി സ്വയം തിരുത്തിക്കൊള്ളണം എന്ന്. ഞാൻ കോൺഗ്രസ് നേതാവായതുകൊണ്ടോ അല്ലെ എൻ്റെ നേതാവായതുകൊണ്ടോ പറയല്ല. ഉമ്മൻചാണ്ടി കേരളത്തിലെ ഏറ്റവും എല്ലാ കാലത്തെയും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ട്, സ്വാഭാവികം, എക്കാലത്തെയും ഏറ്റവും ജനപിന്തുണയുള്ള ഒരു നേതാവാണ്. ഉമ്മൻചാണ്ടി ഒരു അഴിമതിക്കാരനാണെന്ന് വിശ്വസിക്കുന്ന ഞാൻ പറഞ്ഞു. അല്ല, ജലതയ്ക്ക് പിന്തുണയില്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ കോടതി, നമ്മുടെ നേതാക്കളും മുഖ്യമന്ത്രി അടക്കം ഇവിടെയും പറയുന്ന വാക്കാണല്ലോ, ജനങ്ങളുടെ കോടതിയിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ, ജനങ്ങൾ ഈ ആരോപണങ്ങളൊന്നും വിശ്വസിച്ചില്ല എന്ന്. ജനങ്ങളുടെ കോടതിയാണോ നിയമത്തിന്റെ പ്രത്യേകമായ വ്യവസ്ഥകളുള്ള കോടതി തന്നെയാണോ നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ തെളിയിക്കുന്നത്? ഇടയിൽ എവിടെയോ ആണ് സത്യം ഒളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ജനങ്ങളുടെ കോടതിയെ സംബന്ധിച്ച് പറയുന്നത് ഞാൻ പറയാം, കേരളത്തിലൊരു ഇത്തരം കോടതി പരാമർശനത്തിൻ്റെ ഒരു വളരെ എന്താ പറയുന്ന ഒരു രക്തസാക്ഷിയുണ്ട്. കെ പി വിശ്വനാഥൻ എന്ന് പറയുന്നൊരു മന്ത്രിയാണ്. ഒരു 2 ചന്ദനക്കടത്തുകാർ പറഞ്ഞു ഞാൻ കെ പി വിശ്വനാഥന് കാശ് കൊടുത്തിട്ടുണ്ടെന്നൊരു പ്രസ്താവന വന്നു. കോടതി പോയി ആ പ്രസ്താവന വന്ന് പിറ്റേ ദിവസം അയാൾ രാജിവെക്കേണ്ടി വന്നു. 7 വർഷമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ, 7 വർഷം 8 വർഷം കഴിഞ്ഞപ്പം വിധി വന്നപ്പം കെ പി വിശ്വനാഥൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു. കെ പി വിശ്വനാഥൻ നഷ്ടപ്പെട്ട മന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടിയിട്ടില്ല, MLA സ്ഥാനം തിരിച്ചു കിട്ടിയിട്ടില്ല. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പോലും പോയി. കേരള സമൂഹം ഗൗരവതരമായി കെ പി വിശ്വനാഥൻ്റെ സംഭവം പോലും ചർച്ച ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ വശംവദരാകാതിരിക്കാനുള്ള ജഡ്ജിമാരുടെ ഔന്നത്യം ഉണ്ടാവണം. ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ലാലു പ്രസാദിനെയൊക്കെ നമ്മൾ കളിയാക്കി. നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു ജഡ്ജി അതിനുശേഷം പോയി ലാലു പ്രസാദിൻ്റെ കാലിൽ വീണ് അവിടുത്തെ ഒരു MLA സ്ഥാനത്തിന് വേണ്ടി ഇടികൂടുന്നതും മത്സരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പം അങ്ങനെയുള്ള ദുരന്തവും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ വിചാരണ നടത്തുകയും അന്വേഷണം നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരുപാട് നേതാക്കന്മാരുടെ യഥാർത്ഥ മുഖം പുറത്തു വരികയും കേരള രാഷ്ട്രീയത്തിന്. പക്ഷേ മറ്റൊരു പ്രശ്നം ശ്രീ വി രാജേഷ്, ഇപ്പോൾ BJP ആണെങ്കിലും ഈ ഒത്തുതീർപ്പിൽ ഇല്ലാത്ത പാർട്ടി ആയിരിക്കണം BJP കേരളത്തിലെങ്കിലും. BJP ആണെങ്കിലും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എത്രത്തോളം ഗൗരവത്തിലുള്ളതാണെന്നുള്ളത് നമ്മുടെ മൊത്തത്തിൽ അഴിമതി ആരോപണങ്ങളുള്ള സമീപനം നിശ്ചയിക്കുന്ന ഒന്നായിരിക്കുമല്ലോ. അല്ല, കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ അഴിമതികളും ഷാനി പറഞ്ഞ പോലെ വളരെ വലിയൊരു ഹോംവർക്ക് ചെയ്ത് ഉന്നയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതികൾ ജനസമൂഹത്തിലും മാധ്യമത്തിന്റെ മുന്നിലും ചർച്ചയ്ക്ക് കൊണ്ടുവന്നതിൽ പ്രധാന പങ്ക് BJP വഹിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അന്വേഷണത്തിൽ ഇടപെടാനോ അന്വേഷണത്തെ സ്വാധീനിക്കുവാനോ ഉള്ള ഒരു ഔദ്യോഗിക സംവിധാനം ഞങ്ങൾക്കില്ല. സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരു അഴിമതി ഇല്ലാത്തൊരു രാജ്യം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ റൂൾസ് നമുക്കിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ സാധാരണ പറയുന്നുണ്ട് യഥാ രാജ്യ തഥാ പ്രജ. നമുക്ക് പറ്റിയൊരു സംവിധാനമാണ് ഇതിനുള്ളത്. നമ്മുടെ മിസ്റ്റേക്കാണ്. നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ചോദിക്കുന്നു? നിങ്ങൾ എന്നോടല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ അഴിമതി കണ്ടാൽ, നേരത്തെ ഇവർ പറഞ്ഞില്ലേ, അഴിമതി മുമ്പോട്ട് കൊണ്ടുവന്ന് വെളിച്ചെട്ട് കൊണ്ടുവരണം. അതിനില്ലാതെ അഴിമതി കൊണ്ട് ആരും നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വേറെ ഉദാഹരണം പറയാം. എനിക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാൾ, അദ്ദേഹം മന്ത്രിയായിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഇല്ല, പ്രഗത്ഭനായ മന്ത്രിയായിരുന്നു. അഴിമതിക്ക് ധാരാളം സാധ്യതയുള്ള ഒരു വകുപ്പ്, 2 വകുപ്പ് കൈകാര്യം മന്ത്രിയായിരുന്നു. പറയുന്ന കേൾക്കും. ഞാനൊരിക്കൽ അദ്ദേഹത്തിനെ കാണാൻ ചെന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പ് ഇതുപോലത്തെ വലിയൊരു അറിയാമല്ലോ മന്ത്രിമാരുടെ ആ സ്ഥലം, ഒരു 10-100 പേരുണ്ട്. അപ്പോൾ അദ്ദേഹം വരുന്നു, വാങ്ങിക്കുന്നു, ഒരാൾ എഴുതി കൊടുക്കണം, ഇങ്ങനെ അന്വേഷിച്ച് റിപ്പോർട്ട് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒരു നേതാവ്, എനിക്കറിയാവുന്ന നേതാവിന്, അയാൾക്ക് പെണ്ണും പെടക്കോടിയൊന്നുമില്ല, അയാൾ എന്തിനാ ഇവിടെ മന്ത്രിയായിട്ടിരിക്കണേ? അതായത് അയാൾ അഴിമതിക്കാരനല്ല, പൈസയും വാങ്ങിക്കില്ല. അങ്ങനെ ഒരാൾ മന്ത്രിയായിട്ട് അവർക്ക് ആവശ്യമില്ല. അങ്ങനെയുള്ള ജനമാണ് നമ്മൾ. അപ്പോൾ ഇത് സംഭവിച്ചു നോക്കൂ. ഈ വിധിക്ക് ശേഷം AIADMKയുടെ തമിഴ്നാട്ടിലെ ഭാവി എന്തായിരിക്കും എന്ന് താങ്കളുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയാമോ? അതിനോട് കൂട്ടിച്ചേർത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, അഴിമതി ഒരു വലിയ കുറ്റമായി ഇനിയും തമിഴ് ജനത കാണുമെന്ന് വിചാരിക്കണമെന്നാണ്. ഒരു ഗ്ലോബൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു കണക്കനുസരിച്ച് കഴിഞ്ഞ ഒരൊറ്റ വർഷം 2011 മുതൽ 2012 വരെ ഇന്ത്യയിൽ 364 ബില്യൺ ഉറുപ്പിയുടെ അഴിമതികൾ. നമ്മളിപ്പോൾ അതൊക്കെ ഒരു അരിത്തമെറ്റിക്കൽ ഫിഗറാണ്. ഇപ്പോൾ ഇത്ര 2 ലക്ഷം കോടി എന്നൊക്കെ പറയുമ്പോൾ 2G സ്പെക്ട്രത്തിലൊക്കെ നമുക്ക് ആലോചിക്കുന്നു. 2,76,000 കോടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എത്ര 0 വേണമെന്നുള്ളത്. തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ പാർട്ടികളെ തമിഴ്നാട്ടിലെ ഒരു ചോദ്യം ചോദിച്ചു. AIADMK ജയലളിത, ഇതൊക്കെയായിരുന്നില്ല നമുക്ക് കരുണാനിധിയുടെ കാര്യം നമുക്ക് നന്നായിട്ട് അറിയുന്നൊരു കാര്യമല്ലേ. അടുത്തൊരു ഇലക്ഷൻ വരുമ്പോൾ ഇതേ ഇലക്ടറേറ്റ് തന്നെയാണ് ഒരുപക്ഷെ അഴിമതിയിൽ കുളിച്ചു നിന്ന
കരുണാനിധിയുടെ പാർട്ടിയെ കയറ്റി വയ്ക്കുന്നത്. തമിഴ്നാട്ടിൽ ഈ 2 ദ്രവീഡിയൻ പാർട്ടികളാണ് ഇപ്പോൾ കൂടുതൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഏത് പാർട്ടി കൂടുതൽ അഴിമതിയിൽ പെടുന്നു എന്നുള്ള ജനങ്ങളുടെ ഓർമ്മശക്തി, ഇന്ത്യൻ ജനശക്തി വളരെ കുറവ്. നമ്മുടെ സമൂഹം എങ്ങനെ അഴിമതി മുക്തമാകും? നമ്മുടെ രാഷ്ട്രീയക്കാർ ഇത്രയും അഴിമതി ഒരു തെറ്റായി കാണാത്ത, അതൊരു പ്രതിഭാസം പോലെ അംഗീകരിക്കപ്പെടുന്ന മനോഭാവമുള്ള ജനതയോടൊപ്പം എങ്ങനെ തിരുത്തപ്പെടും എന്നുള്ള ചോദ്യത്തിന് പക്ഷേ ഒരു ഉറപ്പുള്ള ഉത്തരം തരാനുള്ള പ്രാപ്തി ഇപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിക്കുമുണ്ടോ? അഴിമതിയുടെ പ്രധാന കാരണക്കാർ നമ്മൾ തന്നെയാണ്. ഞാൻ കൈക്കൂലി കൊടുക്കൂല എന്ന് ആർക്കെങ്കിലും പറയാമോ? ഞാൻ കൈക്കൂലി കൊടുക്കൂല. കൈക്കൂലി കൊടുത്താൽ കൊടുക്കുന്നവനും ശിക്ഷ വേണം. അതില്ലെന്നിപ്പോൾ ഇന്ന് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ കൈക്കൂലി വാങ്ങിക്കുന്ന ദുർബലൻ എന്നുള്ള ചോദ്യമില്ലേ? അതൊരു ന്യായീകരണം മാത്രമല്ലേ? ദുർബലനായ ആളുകൾ കൊടുക്കാൻ വിധിക്കപ്പെട്ടവരായിരിക്കും. അതാണ് പറഞ്ഞത്. നമുക്ക് അതിനുള്ള ധൈര്യമില്ല. അത് കൊടുക്കാൻ തയ്യാറുള്ള ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൈക്കൂലി കൊടുക്കുന്നതിൽ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ളത്. നമ്മുടെ തട്ടകത്തിൽ ഇപ്പോൾ 2 വലിയ കേസ് നടക്കുന്നുണ്ട്. എല്ലാം മറന്നു കഴിഞ്ഞപ്പോൾ. ഒന്ന് പാമൊലി 21 കൊല്ലമായ കേസ് നടക്കുന്നു. എന്ത് സംഭവിച്ചു? എനിക്കറിഞ്ഞൂടെ എവിടെയാണ് കേസ്? വിജിലൻസിലാണോ, ഹൈക്കോടതിയിലാണോ, സുപ്രീം കോടതിയിലാണോ കേസ് കിടക്കണമെന്നുള്ളത്. മൂന്നാമത് അതുപോലെ തന്നെ ഇന്നാണ് ലാവലിൻ 97 തുടങ്ങിയതാണ്. ഇന്ന് 2014 എവിടെ കിടക്കുന്നത്? എന്തുകൊണ്ട് ഈ സംഭവിക്കുന്നതില്ല? ഇത് ഭരണം മാറി വരുമ്പോൾ തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾ മലക്കം മറിയും. കോടതിക്ക് ഒരു പരിധിയുണ്ട്. ഇപ്പോൾ കോടതിക്കുള്ളിൽ ഇടപെട്ട ഇന്ന് എന്താണ് ആക്ഷേപം? ഇച്ഛാശക്തിയുള്ള ഒരു ജുഡീഷ്യറിയും കൂടെ വേണം. ഇതെല്ലാം കൂടെ ചേർന്നാലേ ഈ അഴിമതി വിമുക്തമായ ഒരു സമൂഹം നമുക്ക് രാജേഷ്, പക്ഷെ അങ്ങനെ കുറച്ച് നല്ല ജഡ്ജിമാർ അവരുടെ കയ്യിൽ കേസ് എത്തിപ്പെട്ടാൽ മാത്രം ജനങ്ങൾക്ക് നീതി, അഴിമതി അവസാനിക്കുക, അങ്ങനെയുള്ള ഒരു പ്രത്യാശയ്ക്ക് അപ്പുറത്ത് നമുക്ക് ചർച്ച എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കാൻ മാത്രം ശുഭപ്രതീക്ഷ ഉണ്ടാകുന്ന കാർക്കശ്യമുള്ളൊരു സമീപനം ഏതെങ്കിലും രാഷ്ട്രീയ ഭരണ നേതൃത്വം അഴിമതിയോട് ഇനിയും കാണിക്കുമോ ജയലളിതയ്ക്ക് ശേഷവും? അല്ല, തീർച്ചയായും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം അഴിമതിക്കെതിരായ നിലപാട് സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത കാലത്ത് തന്നെ അഴിമതിക്കാരായ രാഷ്ട്രീയ നേതൃത്വം പുറന്തള്ളപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വം തെറ്റ് ചെയ്യുന്നുവെങ്കിൽ ചെയ്യുന്ന അവസാനിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ജുഡീഷ്യറിയിൽ ഒരുപാട് കറക്ഷൻ്റെ ആവശ്യമുണ്ട്. നമുക്കറിയാം, റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നമ്മൾ ഒരുപാട് കറക്ഷൻ ചർച്ച ചെയ്തതാണ്. ഞാൻ കേരള രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. സാറ് പറഞ്ഞു തുടങ്ങി വെച്ചത്, ഇപ്പോൾ കേരളത്തിൽ മലബാർ സിമൻസ്, അതോടൊപ്പം തന്നെ ചക്കിട്ടപ്പാറ ഖനനം, +2 അഴിമതികൾ, KMML, ടൈറ്റാനിയം, പാമോലിൻ കേസ്, SNC ലാബിൻ, ഇതുപോലുള്ള പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക നീളം. ഈ കേസുകളൊക്കെ തന്നെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് വിചാരണ നടത്തി സോളാർ ഇത് കേസുകൾ വിചാരണ നടത്തിയിൽ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കട്ടെ, അല്ലാത്തവരെ പുകമറയിൽ നിന്നും വെളിയിൽ വിട്ടേക്കട്ടെ എന്നുള്ള ഒരൊറ്റ തീരുമാനം മാത്രം വന്നാൽ മതി കേരള രാഷ്ട്രീയം പിറ്റേ ദിവസം ക്ലീൻ ആയി മാറുവാൻ വേണ്ടി. വിവരാവകാശം 1ാം UPA ഗവൺമെൻറ് കൊണ്ടുവന്ന അഴിമതിക്കെതിരെയുള്ള വലിയൊരു ഏറ്റവും പാവപ്പെട്ടവന് 10 രൂപയുടെ മുടക്ക് മുതലൊരു കാര്യം അറിയാനുള്ള ഒരു അവകാശം കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നിലപാട് അങ്ങനെയുള്ളത് കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്ന്, ഇവിടെ നേരത്തെ ആരോ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ കേൾക്കുന്നൊരു കാര്യം, PSCയുടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിന്നാൽ അപ്പോയിൻമെൻറ്റ് വരുന്നതിന് മുമ്പ് ആളുകൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്ത് ശുപാർശയ്ക്ക് വരികയാണ്. കാരണം ആദ്യ അപ്പോയിൻമെൻറ്റ് സെൽ ടാക്സിലേക്ക് വേണം, ആദ്യ അപ്പോയിൻമെൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണം എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിനൊക്കെ ഇടയിൽ ചില ഒരു ആൾ നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒന്ന്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയെപ്പോലൊരു മഹത്തായ ജനാധിപത്യ രാജ്യത്ത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ എന്ന സന്ദേശമാണ് ജയലളിത കേസിൽ ഉണ്ടാകുന്നത്. അത് നമുക്ക് പ്രത്യാശ പകരുന്നതാണ്. നമ്മുടെ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട അഴിമതി കേസുകളുടെ ഓർമ്മപ്പെടുത്തലുകൾ പോലും നമ്മളെ വീണ്ടും ഈ കോടതി വിധിയിൽ നിന്നുണ്ടായ ശുഭാപ്തി വിശ്വാസത്തിനപ്പുറത്തേക്ക് വീണ്ടും നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടാൻ മാത്രം പര്യാപ്തമായ ശക്തമായ ആരോപണങ്ങളാണ്. നമ്മുടെ ചർച്ചയിൽ അതിഥികൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രത്യേകമായ സംവിധാനം വേണം. എത്രയും പെട്ടെന്ന് അഴിമതി കേസുകളിൽ വിചാരണ നടക്കണം. കോടതിയുടെ തടസ്സപ്പെടുത്തലുകളില്ലാതെ, തടസ്സപ്പെടുത്തലിന് ശ്രമിക്കുന്നവരുടെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങി പോകാതെ നീതിന്യായ വ്യവസ്ഥ മുന്നോട്ട് പോകണം, അന്വേഷണം മുന്നോട്ട് പോകണം. അതിനൊക്കെ അപ്പുറത്ത് അഴിമതി ഒരു തെറ്റാണ് എന്ന് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു ബോധം തന്നെയാണ് ഏറ്റവും പ്രധാന കാര്യമെന്നാണ് ചർച്ചയിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രസക്തമായ അഭിപ്രായം. അത് പങ്കുവെച്ചുകൊണ്ട് നിയന്ത്രണ പൂർണ്ണമാകുന്നു. നമസ്കാരം.